ഹേ സിനിമ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ആട് 3 എന്ന സിനിമയുടെ ട്രെയിലർ അങ്ങനെ വരാൻ പോകുന്നു. മാർച്ച് 1 തന്നെയാണ്. 11/11 രാവിലെ വരാൻ പോണത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 3 മിനിറ്റ് 40 സെക്കൻഡാണ് ഈ ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ രണ്ട് കാലത്തെയും വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. എന്തായാലും നമുക്ക് ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. യാഷ് നായകനാവുന്ന ചിത്രമാണ് ടോസിക്. ഈ വരുന്ന മാർച്ച് 2 തബാനി എന്ന ടൈറ്റിലിട്ടിരിക്കുന്ന ഒരു ഫസ്റ്റ് സിംഗിൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കിയാറ അദാനിയും യാഷുമായിരിക്കും സോങ്ങിലെ മെയിൻ ആയിട്ട് വരുന്നത്. സന്ദീപ് റെഡ്ഡി വാഗയുടെ സ്പിരിറ്റ് എന്ന ചിത്രത്തിൻ്റെ വില്ലൻ അങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മുടെ വിവേക് ഒബ്രയാണ് സിനിമയുടെ വില്ലൻ. ഈ കാണുന്ന പോസ്റ്റർ റിലീസ് ചെയ്തിട്ടാണ് അവർ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പൃഥ്വിരാജ് നായകനാവുന്ന സന്തോഷ് ട്രോഫി, അതായത് നമ്മുടെ വിപിൻ ദാസുമായിട്ടുള്ള രണ്ടാമത്തെ കൂട്ടുകെട്ടിൽ വരുന്ന ഒരു ചിത്രമാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്നേ ദിവസം രാവിലെ 11:07 വരുന്നതായിരിക്കും. ദിലീപ് എന്ന നടൻ്റെ എക്കാലത്തെയും റിപ്പീറ്റ് വാല്യുള്ള ചിത്രമാണ് റൺവേ. ജോഷി സംവിധാനം ചെയ്ത ഈ സിനിമ മലയാളി പ്രേക്ഷകരുടെ 90s കിഡിൻ്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ചിത്രം തന്നെയാണ്. സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരുന്നു എന്ന റൂമേഴ്സ് നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്നതാണ്. വാളയാർ പരംശിവം എന്നായിരിക്കും സിനിമയുടെ ടൈറ്റിലുമെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ സിനിമ എന്തായാലും വരികയാണെന്ന് ചെറിയ റിപ്പോർട്ട് വരുന്നുണ്ട്. വരിക തന്നെയാണ്. നമ്മുടെ ജോഷി തന്നെയായിരിക്കും സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പരമശിവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനവും അവരുടെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് അവരൊരുമിച്ചെത്തുന്ന ഒരു ചിത്രമാണ് രണബലി. സിനിമയുടെ ഒരു ഫാൾ ഇൻ ലവ് എന്ന ടൈറ്റിലിട്ടിരിക്കുന്ന ഒരു സോങ് വരികയാണ് ഈ വരുന്ന ഫെബ്രുവരി 28, അതായത് ഇന്നേ ദിവസം രാവിലെ 11:07 വരുന്നതായിരിക്കും. ടോസിക് എന്ന സിനിമയെ പറ്റി ഒരു ചെറിയ റൂമേഴ്സ് വന്നിരിക്കുകയാണ്. നമ്മുടെ ടൊവിനോ തോമസ് ചിത്രത്തിൽ ഉണ്ടെന്ന് റൂമർ മാത്രമാണ്. യാതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റും ഇതിനെപ്പറ്റി വന്നിട്ടില്ല. കാരണം നമ്മുടെ ടീസറിൽ ചെറുതായിട്ടൊരു വില്ലനെ പോലെ കാണിക്കുന്നുണ്ട്. അത് ടൊവിനോ ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും നമുക്കതൊരു ഒഫീഷ്യൽ വാർത്ത തന്നെ ആയിട്ട് വരട്ടെ. മേ ബി അവർ സർപ്രൈസായിട്ട് വെച്ചേക്കാം. ചാൻസ് വളരെ കുറവാണ്. ഇനി ടൊവിനോ എന്ന നടൻ ഉണ്ടെങ്കിൽ അത് അവർ പറയേണ്ടതാണ്. എന്തായാലും നമുക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ജിയോ ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ റോസ്ലിംഗ് എന്ന സീരീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി കാണാം. ദിലീപ് അടുത്തായിട്ട് ചെയ്യാൻ പോണത് നമ്മുടെ ചിദംബരം എന്ന ഡയറക്ടറിൻ്റെ അപ്പോൾ ഒരു സർവൈവൽ ത്രില്ലറാണെന്ന റൂമേഴ്സ് വരുന്നുണ്ടായിരുന്നു. അത്ര ശക്തമായിരുന്നില്ല എങ്കിലും ചെറിയ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ചിദംബരം തന്നെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തൊട്ടിട്ട് സിനിമ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.